പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ അന്ത്യത്തോളം നമ്മളെ വഴി നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഈ ഫേസ്ബുക്ക് ലൈവിൽ കൂടി ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓരോ വ്യക്തികളെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയങ്ങൾ നമുക്ക് ആമേ പ്രാർത്ഥിക്കാം, ആമേ ആരാധനയ്ക്ക് കടന്നു ചെല്ലാം. എല്ലാ കണ്ണുകളും അടച്ചു ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ആമേ മനോഹരമായ വിശുദ്ധ പകൽക്കാലത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് ഇടവരുത്തിയ മഹത്വമേറിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഭവനത്തിൻ്റെ അകത്തളങ്ങളിലായിരുന്നു കൊണ്ട് ഞങ്ങളെ വീക്ഷിക്കുന്ന ഓരോ ദൈവമക്കളുടെ മേലും അസാധാരണമായ ഒരു ദൈവിക ചലനം യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവകരത്തിൽ ഓരോ വ്യക്തികളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഇതിൻ്റെ പ്രാരംഭം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തുന്ന മഹത്വമേറിയ കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ തന്നെ പിതാവാം ദൈവമേ, ആമേൻ, ആമേൻ. ദൈവം ധാരാളമായി ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഈ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മളെ അന്ത്യത്തോളം വഴി നടത്തുന്ന ദൈവമാണ്. ഗാഡ് ബ്ലെസ് യു. ആമേൻ. നമുക്ക് തുറന്ന് പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമം ഈ വിശുദ്ധ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവായ യേശുവിനെ നമുക്ക് ഒരുമിച്ച് പാടുവാനും ആരാധിക്കുവാനും ഇന്ന് പകൽ നമ്മെ ദൈവം ഒരുക്കിയ നല്ല സമയത്ത് പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകല് ഈ ലൈവിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കും യേശുവിൽ എൻ്റെ വന്ദന. ഈ ദിവസങ്ങളിൽ നാം നമ്മുടെ ഈ ലോകത്തേക്ക് നോക്കുമ്പോൾ അനവധി മനുഷ്യർ ഈ ലോകത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ പലവിധമായ ഭാരത്തിൽ പലയിടങ്ങളിലായിരിക്കുമ്പോൾ ഇന്ന് നാം ആയിരിക്കുന്ന സ്ഥാനത്ത് സമാധാനത്തോടും സന്തോഷത്തോടും പ്രത്യാശയോടും ആ കർത്താവിനെ നമുക്കൊന്ന് ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകി. ഇന്ന് പകലായിരിക്കുന്ന സ്ഥാനത്ത് ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാൻ. നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ എല്ലാമായി കാണുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് കർത്താവേ, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് കടക്കുമ്പോൾ പലവിധമായ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ മുൻപിൽ ഞങ്ങളെ ഓരോരുത്തരും ദൈവം കാത്തു. ആ കർത്താവിന്റെ മുൻപിലേക്ക് ഏൽപ്പിച്ച് പറ, കർത്താവേ, നാളത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഈ ലോകം വിട്ട് ഞാൻ മാറ്റപ്പെടുമെങ്കിൽ എൻ്റെ നിത്യത എവിടെയായിരിക്കും എന്ന് പകൽ അത് ഓർമ്മിച്ചുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകൽ ആത്മീയ ഹൃദയത്തോടെ വന്ന ദൈവത്തോട് കർത്താവേ, എനിക്ക് സ്നേഹിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങല്ലാതെ മറ്റൊരു സ്നേഹത്തെ ഞാൻ സ്നേഹിക്കത്തില്ല. അങ്ങല്ലാതെ മറ്റൊരു ദൈവത്തെ ഞാൻ സ്നേഹിക്കത്തില്ല. ആ കർത്താവിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. വേറെയും നീനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. 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 നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയ
ഹൃദയത്തിൽ തോന്നിയതില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങല്ലാതെ മറ്റൊരു ദൈവം എന്റെ ജീവിതത്തിലില്ല. എന്റെ ജീവിതത്തിലെ എന്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ ആദ്യനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ. ആദ്യനുമന്ത്യനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ. വേറെ ഒന്നിനെയും ആത്മാർത്ഥ ഹൃദയത്തോടെ പറ, കർത്താവേ, ഞാൻ മറ്റൊന്നിനെയും സ്നേഹിക്കുന്നില്ല. എനിക്ക് അങ്ങ് മാത്രം മതി. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. പകലായിരിക്കുന്ന സ്ഥാനത്ത് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. മണ്ണോട് മണ്ണായി നാം അമർന്നു പോകാലും അവിടെ നമ്മെ കൈവിടാത്തൊരു ദൈവമുണ്ട്. ജീവനോടെ നാം ഈ ഭൂമിയിലായിരുന്നാലും അവിടെ നമ്മെ കൈവിടാത്തൊരു നാഥനുണ്ട്. ആ നാഥനിലേക്ക് നമ്മളെ ഹൃദയങ്ങൾ അർപ്പിച്ചു കൊടുത്ത കർത്താവേ, ആ ദൈവത്തോട് പറ, കർത്താവേ, എനിക്ക് ആവശ്യമുള്ള ആഹാരത്തെ അങ്ങ് തന്നു. എനിക്ക് ആവശ്യമുള്ള സകലത്തെ ദൈവം എനിക്ക് തന്നു. ഒന്നുകൂടെ അങ്ങിലേക്ക് കർത്താവ് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവേ, എന്നുയിരോട് കലർന്ന് എന്നുയിരേ നാനുമ്മൈ തുതിപ്പേ. എന്നുയിരേ നാനുമ്മൈ തുതിപ്പേ. നന്ദിയുള്ള ഹൃദയത്തോടെ പറയുവാൻ കഴിയണം, കർത്താവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എനിക്കായി സകലതും ചെയ്ത നന്മയ്ക്കായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്നെ ഇതുവരെയും കാത്ത കൃപയ്ക്കായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. മരണത്തിന്റെ നിഴലിൽ കൂടി ഞാൻ നടന്നപ്പോൾ അവിടെ എന്നെ കാത്തു. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടി ഞാനായിരുന്നപ്പോൾ അവിടെ ആപത്തും അനാഥനും ചേർന്ന വഴിയിൽ ഞാൻ നടന്നപ്പോൾ അവിടെയും അങ്ങനെ കാത്തു. ആ കാത്തിരിപ്പിന് മുൻപാകെ നന്ദിയുള്ള ഹൃദയത്തോട് കർത്താവേ, ഞാൻ അങ്ങയെ മാത്രം സ്തുതിക്കുന്നു. ഇല്ല
പളുങ്കു കടൽ തീരുന്നു ഞാനെന്റെ പളുങ്കു കടൽ തീരുന്നു ഞാനെന്റെ മധുരഗാന രഥമടി മധുരഗാന രഥമടി തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥാ തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥാ സ്നേഹം ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേടിക്കാൻ ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേടിക്കാൻ മന്നവൻ നല്ല എനിക്ക് മന്നവൻ നല്ല എനിക്ക് തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥാ തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥാ നമ്മെ തേടി വന്നൊരു കർത്താവുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പ്രകാരം പറയുന്നു, പാപത്തിന്റെ അടിത്തട്ടിൽ കിടന്ന് നമ്മെ അവൻ തന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. നമുക്കൊരു തുണയായവൻ ആ തുണയായ കർത്താവിനെ ഒരുമിച്ച് നമുക്ക് ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഇന്ന് പകൽ കർത്താവിനോട് കർത്താവേ, ഈ ലോകത്തിൽ എനിക്ക് മാതാപിതാക്കന്മാരുണ്ട്, പിതാക്കന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്, പലവിധമായ കൂട്ടുകാരന്റെ ജീവിതത്തിലുണ്ട്. അവർക്കാർക്കും കരുതുവാൻ കഴിയാത്ത കരുത് അങ്ങ് വന്ന് എനിക്ക് അയച്ചിരിക്കുന്നു. ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറിക്കുന്നത് പോലെ ഓരോ നാളും നമ്മെ മറിച്ചു. പകലാ കർത്താവ് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ഒരുമിച്ച് നമുക്ക് പാടാം. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ.
പോ ഞരങ്ങുന്നു പ്രിയനെ ചേരുവാൻ. വീണയില്ല ഉറുമ്പ്രാവു പോ ഞരങ്ങുന്നു പ്രിയനെ ചേരുവാൻ. നാഥ വരുവാൻ താമസമെങ്കിൽ, നാഥ വരുവാൻ താമസമെങ്കിൽ വീഴാതെ നിർത്തേണമേ, വീഴാതെ നിർത്തേണമേ. നാഥ വരുവാൻ താമസമെങ്കിൽ, നാഥ വരുവാൻ താമസമെങ്കിൽ വീഴാതെ നിർത്തേണമേ, എന്നെ വീഴാതെ നിർത്തേണമേ. എനിക്കൊരു തുണവിയേ എൻ പ്രിയനേ, എനിക്കൊരു തുണവിയേ, എനിക്കൊരു തുണവിയേ എൻ പ്രിയനേ, എനിക്കൊരു തുണവിയേ. സിംഹത്തിൻ ഗുഹ എനിക്കേകിയാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, സിംഹത്തിൻ ഗുഹ എനിക്കേകിയാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും തകരും പ്രതിസന്ധികളിൽ, ഉള്ളം തകരും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തേണമേ, നിന്നെ വീഴാതെ നിർത്തേണമേ. ഉള്ളം തകരും പ്രതിസന്ധികളിൽ, ഉള്ളം തകരും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തേണമേ, എന്നെ വീഴാതെ നിർത്തേണമേ. ചൊല്ലുകൊണ്ട് എനിക്കൊരു തുണവിയേ, എനിക്കൊരു തുണവിയേ എൻ പ്രിയനേ, എനിക്കൊരു തുണവിയേ, എനിക്കൊരു തുണവിയേ എൻ പ്രിയനേ, എനിക്കൊരു തുണവിയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ എനിക്കൊരു തുണവിയേ എൻ പ്രിയനേ, എനിക്കൊരു തുണവിയേ. ചെറുതാണ് എനിക്കൊരു തുണവിയേ, എനിക്കൊരു തുണവിയേ എൻ പ്രിയനേ, എനിക്കൊരു തുണവിയേ. Jesus, hallelujah, hallelujah, hallelujah. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടുവാനും ആരാധിക്കുവാനും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക്
ഇന്ന് പകൽ നാം ഭവനത്തിലായിരിക്കുന്നവരുണ്ട്, പലയുടെ സ്ഥലങ്ങളിലായിരിക്കുന്നവരുണ്ട്. ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മെ തന്നെ ഇവരങ്ങളിലേക്ക് എത്തിക്കുക. നമ്മുടെ കാന്തന് വരുവാൻ വേഗം സമയമായി. ആ കാന്തനെ ചേർക്കുവാൻ ഇന്ന് പകൽ നമ്മെ തന്നെ വന്നപ്പോ ഒരു പ്രാവശ്യം ഒരുക്കാം. അവന് വേണ്ടി നമ്മുടെ പ്രത്യാശ നിറഞ്ഞ വസ്ത്രം നമ്മെ ധരിച്ചു. ആ വസ്ത്രത്തിൽ എവിടെയെങ്കിലും കളങ്കമേറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നമുക്കതിനെ ഓർക്കാം. നമ്മെ ചേർക്കുവാൻ വേഗം വരുവാൻ സമയമായി. നമ്മെ തന്നെ ദൈവങ്ങളെ ഏൽപ്പിച്ച് എന്നായിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിന് ഒരുമിച്ച് ഒരു പഴയ ഗാനം പാടി ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. വരുന്നൊരു ധോനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാരദാജൻ വരുന്നൊരു ധോനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുക, വാനിൽ പറന്നുക. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുക, വാനിൽ പറന്നുക. ശാരദാജൻ വരുന്നൊരു ധോനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാരദാജൻ വരുന്നൊരു ധോനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. ീശുവാട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ശാരദാജൻ വരുന്നൊരു ധോനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാരദാജൻ വരുന്നൊരു ധോനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. വീരരുണർന്നു ശ്രമിക്കാൻ, ശക്തിയാലൊരു വേല ചെയ്യുവാൻ. വീരരുണർന്നു ശ്രമിക്കാൻ, ശക്തിയാലൊരു വേല ചെയ്യുവാൻ. സ്നേഹത്താൽ ഉന്നിക്കാൻ വിശ്വാസം കൂടട്ടെ, നീലും ധൈര്യം നൽകട്ടെ. സ്നേഹത്താൽ ഉന്നിക്കാൻ വിശ്വാസം കൂടട്ടെ, നീലും ധൈര്യം നൽകട്ടെ. ശാരദാജൻ വരുന്നൊരു ധോനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാരദാജൻ വരുന്നൊരു ധോനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. അത്ഭുതങ്ങളടയാളങ്ങൾ സത്യസഭ വെളിപ്പെടുന്നു. അത്ഭുതങ്ങളടയാളങ്ങൾ സത്യസഭ വെളിപ്പെടുന്നു. അലറിയോടുന്നു, പുതുഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്ന് ചേരുന്നു. അലറിയോടുന്നു, പുതുഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്ന് ചേരുന്നു. ശാരദാജൻ വരുന്നൊരു ധോനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാരദാജൻ വരുന്നൊരു ധോനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. കാലമെല്ലാം കഴിയോ, എങ്ങും കാണുന്നതെല്ലാം അഴിയോ.
നിന്റെ പുതുയുഗം ഇനിയും തിരികെ വരാതിരുന്ന നിത്യതയിൽ മറയൂ. നിന്റെ പുതുയുഗം ഇനിയും തിരികെ വരാതിരുന്ന നിത്യതയിൽ മറയൂ. ഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും കാറുകൾ നമ്മുടെ അധികം തീർന്നിടുവാൻ. അധികമില്ലിനിയും കാറുകൾ നമ്മുടെ അധികം തീർന്നിടുവാൻ. തന്നിരുനാമത്തിനാൻ മണ്ണിൽ നിന്ദകൾ സഹിച്ചവർ പ്രത്യാശയോടെ. തന്നിരുനാമത്തിനാൻ മണ്ണിൽ നിന്ദകൾ സഹിച്ചവരെ തിരുസന്നിധി ചേർത്തുതൻ കൈകളവരും കണ്ണുരിൽ തുടച്ചിടുവാൻ. തിരുസന്നിധി ചേർത്തുതൻ കൈകളവരുടെ കണ്ണുരിൽ തുടച്ചിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും കാറുകൾ നമ്മുടെ ആധികം തീർന്നിടുവാൻ. അധികമില്ലിനിയും കാറുകൾ നമ്മുടെ ആധികം തീർന്നിടുവാൻ. മണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹീതം. മണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതോ. പരിപൂർണമദൈവിക രാജവിപാരി സ്ഥാപിതമായിടുവാൻ. പരിപൂർണമദൈവിക രാജവിപാരി സ്ഥാപിതമായിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദി തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികം തീർന്നിടുവാൻ. കാലമെല്ലാം കഴിയോ എന്നാൽ കാലമെല്ലാം അറിയോ. ഓ കാലമെല്ലാം കഴിയോ എന്നാൽ കാലമെല്ലാം അറിയോ. പിന്നെ പുതുയുഗം ഇനിയും തിരികെ വരാതിരുന്ന നിത്യതയിൽ പറയൂ. പിന്നെ പുതുയുഗം ഇനിയും തിരികെ വരാതിരുന്ന നിത്യതയിൽ പറയൂ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാടുകൾ നമ്മുടെ ആധികം തീർന്നിടുവാൻ. 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 അവിടെ ദൈവത്തോട് ചേർന്ന പ്രത്യാശയുടെ മകൾ ദൈവത്തിനങ്ങളെ നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതം ദോഷമായിട്ടൊന്നും ചെയ്യാത്ത കർത്താവ്, സകല നന്മയ്ക്കായി നമ്മുടെ ജീവിതത്തിൽ സകലതും ചെയ്യുന്ന കർത്താവ്, പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ വന്നിട്ടുണ്ടോ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പറ, കർത്താവേ, പ്രയാസത്തിന്റെ പ്രതികൂലത്തിന്റെ ഭീതിയുടെ നടുവിൽ ഞാനെന്ന് പകലായിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ സമാധാനം കൊണ്ട്
എന്റെ യേശുവിനെ അറിഞ്ഞവരുടെ സമാധാനം എന്റെ ജീവിതത്തിലുണ്ട്. വീണ്ടും ഞാൻ ഒരു പൊൻപുലയിൽ എത്തുന്നതിനുള്ള സമാധാനം എന്റെ ജീവിതത്തിലുണ്ട്. ആ ഒരു പ്രത്യാശയോടെ ഒരുമിച്ച് നമ്മെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ നാഥൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ നാഥൻ ചെയ്യുകയില്ല. എന്നെ അവൻ പഠിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ പഠിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനെത്തിയിരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനെത്തിയിരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാടിയെത്തിയിരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാടിയെത്തിയിരുന്നു പകൽ കർത്താവിന്റെ കർത്താവേ, എന്റെ ജീവിതത്തിൽ കഷ്ടമായ പ്രതിസന്ധികളും എന്ത് നേരി വന്നാലും അവിടെ എനിക്ക് ദുഃഖമില്ല. എന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ എനിക്ക് ഏറി വന്നാൽ എനിക്ക് അവിടെ ദുഃഖമില്ല. ഒരു പ്രത്യാശയുണ്ട്. എന്റെ കർത്താവിനോടൊപ്പം ഞാൻ കൂട്ടാളിയായിത്തീരുന്നു. എന്റെ ജീവിതത്തിൽ കണ്ണീരിന്റെ അനുഭവം വന്നു, എന്റെ ജീവിതത്തിൽ രോഗത്തിന്റെ അനുഭവം വന്നു, എന്റെ ജീവിതത്തിൽ ദുഃഖത്തിന്റെ അനുഭവം വന്നു. ഹൃദയ സമാധാനം കൊണ്ട് ഹൃദയം തുറന്നുകൊണ്ട് പറയുവാൻ കർത്താവിനോടൊപ്പം കൂട്ടാളിയായി ഞാൻ തീരുന്നു. നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നവൻ, സകല സന്തോഷങ്ങളും മഹിമകളും വിട്ട് ഈ ഭൂമിയിൽ വന്നവൻ, എല്ലാവിധമായ ഭാരങ്ങളും ദുഃഖങ്ങളും അവൻ ഏറ്റെടുത്തു. തന്റെ രക്തത്താൽ നാം നമ്മെ വീണ്ടെടുത്തു. എനിക്ക് ഇന്ന് പകൽ പറ കർത്താവേ, എനിക്ക് അങ്ങയോടൊപ്പം കൂട്ടാളിയായി തീരണം. കർത്താവ്, അങ്ങ് മേഘത്തേരിൽ നമ്മെ ചേർക്കുവാൻ വരുമ്പോൾ, അങ്ങയുടെ ഭക്തന്മാരെ ചേർക്കുവാൻ മേഘത്തേരിൽ വരുമ്പോൾ അതിലൊരു കൂട്ടാളിയായി എനിക്ക് തീർന്ന കർത്താവേ, പകൽ ഏൽപ്പിച്ചു കൊടുത്ത് പറ കർത്താവേ, എനിക്ക് അങ്ങനെ കാണണം. സ്വന്തം കണ്ണാട്ടിൽ എനിക്ക് അങ്ങേ കാണണം. അതിനായി എന്നെ ഒന്ന് ഒരുക്കണമേ, അതിനായി എന്നെ ഒന്ന് ഒരുക്കണമേ കർത്താവേ. പ്രത്യാശയുടെ ഹൃദയത്തെ തുറന്നുകൊണ്ട് ദൈവത്തോട് പറ കർത്താവേ, എനിക്ക് അങ്ങേ കാണുവാൻ ആഗ്രഹമുണ്ട്. കർത്താവേ, എനിക്കായി തകർന്ന ഞങ്ങളുടെ ശരീരത്തെ നീ കാണുവാൻ ആഗ്രഹമുണ്ട്. എനിക്കായി ശുദ്ധപ്പെട്ട അങ്ങയുടെ കർത്താവയുടെ മുഖം എനിക്ക് കാണുവാൻ ആഗ്രഹമുണ്ട്. എന്റെ മകളെ നിറ കണ്ണുകളോടെ ദൈവത്തിന്റെ മുൻപിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ, മകൾ തകർന്ന മനസ്സോടെ ആരെങ്കിലും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, മകളെ ഏൽപ്പിച്ചു കൊടുത്ത് പറ കർത്താവേ, എന്റെ ദുഃഖം മാറ്റുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. ഈ ലോകത്തിലെ മനുഷ്യനെ നമ്മുടെ ദുഃഖം മാറ്റുന്നതിനൊരു പരിധിയുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ ദുഃഖം മാറ്റുവാൻ ഒരു പരിധിയുണ്ട്. എന്നാൽ പരിധിയില്ലാത്തൊരു നാഥനുണ്ട് നമ്മുടെ മുൻപിൽ. നമ്മുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി തീർക്കുന്ന ഒരു നാഥൻ നമ്മുടെ മുമ്പിലുണ്ട്. ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിധിയില്ലാതെ മനുഷ്യനെ സ്നേഹിച്ച ദൈവമേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു.
ജീവൻ നൽകി മനുഷ്യനെ വീണ്ടെടുത്ത ദൈവമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. മകളെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവേ, എനിക്ക് അങ്ങേ കാണണം. ആത്മഹൃദയത്തോടെ ദൈവത്തോട് പറ, കർത്താവേ, എനിക്ക് അങ്ങേ കാണണം. വേഗം വേഗം ഹൃദയ സന്തോഷത്തോടെ ആത്മസന്തോഷത്തോടെ ഇന്ന് പകരം ദൈവത്തിന് മുഴുവൻ നേടിക്കാം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കണ്ണുകൾ ദിവസങ്ങളിൽ അടച്ചാണ് കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. അവൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവനേക്കാൾ സൗന്ദര്യമുള്ള മറ്റൊരു വ്യക്തി ഈ ലോകത്തിലില്ല. എന്നാൽ ഈ ലോകം അവന്റെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുന്നു. എന്നാൽ ഇരട്ടി സൗന്ദര്യം പ്രാപിച്ചവനായി നമ്മെ കാത്തൊരു ലോകത്തിൽ നേരിട്ടുണ്ട്. നമുക്ക് അവിടത്തേക്ക് എത്തുവാൻ, നമ്മെ ഒരുക്കേണ്ടതിന് നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരുമിച്ച് നമ്മുടെ കരങ്ങളെ ദിവസം, നമ്മുടെ കണ്ണുകളെ ദിവസം അടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജീസസ്, ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ നമ്മുടെ ഭവനങ്ങളുടെ അകത്തളങ്ങളിലായിരിക്കുമ്പോൾ ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ മൂടപ്പെടുവാൻ വേദപുസ്തകം പറയുന്നു, എന്റെ നാമത്തിൽ 2-3 പേർ ഏകമനസ്സോടെ ഇവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്നാണ്. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങൾ ദൈവത്തിന്റെ അസാധാരണമായൊരു സാന്നിധ്യം വെളിപ്പെടുവാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ദൈവത്തോട് പറയാം, കർത്താവേ, അങ്ങേക്കാൾ മറ്റൊന്നിനെ ഞാൻ സ്നേഹിക്കുന്നില്ല, അങ്ങേക്കാൾ മറ്റൊന്നും എനിക്ക് വേണ്ട കർത്താവേ. വചനം പറയുന്ന സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്ങാൽ മടങ്ങുന്ന ഏക നാമം അതിന്റെ യേശുവിന്റെ നാമമാണ്. നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് നമ്മെ ആശ്വസിപ്പാൻ, നമ്മളെ വിടുവിപ്പാൻ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്. ഏത് തകർന്ന ഹൃദയത്തെയും ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. മനുഷ്യൻ മുഖത്തെ നോക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ ആഴം അറിയുന്നവനാണ്. എന്റെ തകർന്ന ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ ദൈവം മതിയായവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാമോ ദൈവസന്നിധി? നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവമക്കളെ ദൈവസന്നിധി? നെഞ്ചിന്റെ നോവുകൾ എല്ലാം അറിയുവാൻ നീ മാത്രമെൻ ദൈവമേ. നെഞ്ചിന്റെ നോവുകൾ എല്ലാം അറിയുവാൻ നീ മാത്രമെൻ ദൈവമേ. എല്ലാം പറഞ്ഞങ്ങ് കരയുവാനുള്ളത് നിൻ സന്നിധി മാത്രമേ. ആ കരമുയർത്തി പറയാമോ? എല്ലാം പറഞ്ഞങ്ങ് കരയുവാനുള്ളത് നിൻ സന്നിധി മാത്രമേ. ആരോട് ചൊല്ലുമീ
എന്റെ ദുഃഖങ്ങൾ ആരവങ്ങൾ കൊണ്ടിടോ ആരോട് ചൊല്ലും എന്റെ ദുഃഖങ്ങൾ ആരവങ്ങൾ കൊണ്ടിടോ ആരോടും ആരോടും പറയാത്തതൊക്കെ ആരോടും ആരോടും പറയാത്തതൊക്കെ നിന്നോട് ചൊല്ലിട നിന്നോട് ചൊല്ലിട ഒരുമിച്ച് പറയാമോ ആരോടും ആരോടും പറയാത്തതൊക്കെ ആരോടും ആരോടും പറയാത്തതൊക്കെ നിന്നോട് ചൊല്ലിട നിന്നോട് ചൊല്ലിട നെഞ്ചിന്റെ എല്ലാം അറിയുവാൻ നീ മാത്രമെൻ ദൈവമേ നെഞ്ചിന്റെ എല്ലാം അറിയുവാൻ നീ മാത്രമെൻ ദൈവമേ എല്ലാം പറഞ്ഞങ്ങ് കരയുവാനുള്ളതു സന്നിധി മാത്രമേ എല്ലാം പറഞ്ഞങ്ങ് കരയുവാനുള്ളതു സന്നിധി മാത്രമേ സ്നേഹിതരെന്നോ ഞാൻ കരുതിയോരൊക്കെ ശത്രുക്കളായിടുന്നു സ്നേഹിതരെന്നോ ഞാൻ കരുതിയോരൊക്കെ ശത്രുക്കളായിടുന്നു എല്ലാം ക്ഷമിക്കുവാൻ നിന്നതോ എല്ലാം ക്ഷമിക്കുവാൻ നിന്നതോ ഉള്ളിൽ തെളിഞ്ഞിടട്ടെ ഉള്ളിൽ തെളിഞ്ഞിടട്ടെ എല്ലാം അറിയുവാൻ മാത്രമേ ദൈവമേ നെഞ്ചിന്റെ എല്ലാം അറിയുവാൻ മാത്രമേ ദൈവമേ എല്ലാം പറഞ്ഞങ്ങു കരയുവാനുള്ളതു സന്നിധി മാത്രമേ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ ഹൃദയത്തിലെ ഏത് നീറുന്ന പ്രശ്നത്തിന്റെ മേലും ഏത് പരിഹാരം ക്രിസ്തു മാത്രമാണ് നമ്മുടെ വേദനകൾ പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഉറ്റവരും ഉടയവരുടെ അടുക്കിലേക്ക് ഒക്കെ പോകാറുണ്ട് പക്ഷേ ചില നിമിഷങ്ങൾ നമ്മളോടൊപ്പം നിന്ന് മാറി നിന്ന് കുറ്റം പറയുന്നത് കാണുവാൻ കഴിയും പക്ഷെ ഹൃദയത്തിന്റെ ദുർഗം അറിയുന്ന ഒരു ദൈവം നമ്മളോടൊപ്പമുണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ തകർച്ച അറിയുന്ന ഒരു ദൈവമുണ്ട് ഹൃദയത്തിനെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ഇത് ഏത് തീർന്ന പ്രശ്നമാകട്ടെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ നിന്റെ സമീപം അനുകൂലമായി നിൽക്കുന്ന ഒരു ദൈവമുള്ള കാര്യം മറന്നു പോകരുത് ഏത് പ്രതിസന്ധിയുടെ നടുവില് ഏത് പ്രശ്നത്തിന് നടുവില് ഏത് ഒറ്റപ്പെടുന്ന നടുവില് നിനക്ക് ഓടിപ്പോയി മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് പ്രിയരെ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്ത് പറയാമോ ദൈവമേ നീ സകലത്തിന്റെയും സൃഷ്ടികർത്താവാണ് എന്റെ പ്രശ്നങ്ങൾക്ക് എന്റെ പ്രതികൂലങ്ങൾക്ക് ഏക പരിഹാരം നീ മാത്രമാണ് എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയോ എന്റെ ഉള്ളിൽ വീക്ഷിക്കുന്ന സകല ദൈവങ്ങളോട് ഞാൻ പറയുന്നു എന്റെ സകല പ്രശ്നങ്ങൾക്ക് സകല പ്രതികൂലങ്ങൾക്ക് സകല പ്രതിസന്ധിയിൽ നിന്ന് നിന്റെ പുറത്തെടുക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് അവന്റെ പേര് യേശു കർത്താവ്
കർത്താവ് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്ത് പറ, കർത്താവേ നിന്നാൽ കഴിയാത്തത് എന്താ കർത്താവേ ഉള്ളത്, നിന്നാൽ കഴിയാത്തത് എന്താ കർത്താവേ ഉള്ളത്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയും. ദൈവത്താൽ കഴിയാത്തത് എന്താ ഉള്ളത്. ഞങ്ങളുടെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ തകർന്ന ഹൃദയത്തെ, ഞങ്ങളുടെ വ്യസനത്തെ എല്ലാം അകറ്റി ഞങ്ങളെ പൂർണ്ണമായി ആശ്വസിപ്പിക്കുവാൻ നീ കഴിവുള്ള ദൈവമാണല്ലോ. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവമക്കളെ, ഏൽപ്പിച്ചു കൊടുക്കാമോ? ആ ദൈവത്തിന്റെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു പറ, കർത്താവേ നീ സകലത്തിന്റെയും സൃഷ്ടികർത്താവാണ്, നിന്നാൽ കഴിയാത്ത യാതൊന്നുമില്ലല്ലോ. എന്റെ ഹൃദയത്തിന്റെ ദുർഖത്തെ പരിപൂർണമായി ഒന്ന് മാറ്റി എന്നെ അനുഗ്രഹിപ്പാൻ നീ ശക്തനാ, എന്നെ വിടുവിപ്പാൻ നീ ശക്തനാ. എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂലത്തെ മാറ്റുവാൻ, എന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെ മാറ്റുവാൻ, എന്റെ ഒറ്റപ്പെടലെ മാറ്റുവാൻ ആരുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ പ്രിയരെ നിങ്ങൾ തെറ്റിപ്പോയി. ആരുമില്ലാതെ കർത്താവ് നിങ്ങളോടൊപ്പമുണ്ട്. അവൻ നിങ്ങളെ വിടുവിക്കുന്ന ദൈവമത്രേ, അവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമത്രേ. ഓ ദൈവത്തോടൊന്ന് പറയാമോ, ദൈവത്തോടൊന്ന് പറയാമോ, അങ്ങേക്കാൾ ഞാൻ വേറെ ഒന്നിനെ സ്നേഹിക്കുന്നില്ല, അങ്ങേക്കാൾ മറ്റൊന്നും എനിക്ക് വേണ്ട കർത്താവേ. എന്റെ ഹൃദയത്തിന്റെ നീളുന്ന പ്രശ്നങ്ങൾക്കും എന്റെ ഹൃദയത്തിലെ എല്ലാ തകർച്ചയും വിടുവിപ്പാൻ അത് മാത്രമാണ് യോഗ്യൻ, അത് മാത്രമാണ് യോഗ്യൻ. കർത്താവേ എന്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ, എന്റെ അമ്മ എന്നെ സ്നേഹിച്ചതിനേക്കാൾ, എന്റെ ഉറ്റവർ ഉടയവർ എന്നെ കരുതിയതിനേക്കാൾ കരുതുവാൻ നീ വിശ്വസ്തനായിരിക്കാൻ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തോടൊന്ന് പറ, ദൈവത്തോടൊന്ന് പറ, ദൈവത്തോടൊന്ന് പറ, ദൈവത്തോടൊന്ന് പറഞ്ഞ് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും എന്റെ ശബ്ദം കേൾക്കുന്നവർ, എന്നെ വീക്ഷിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച ദൈവത്തോട് പറ, നീ മാത്രമാണ് കർത്താവേ സർവശക്തൻ. Jesus name, hallelujah. ഒരുമിച്ച് പറയാം. കർത്താവേ ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ നല്ല പിതാവേ, മനോഹരമായ ഈ പ്രഭാതവേളയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ സർവകൃപാലുവായ ദൈവം ഇടവരുത്തിയ ആ മഹത്വമേറിയ കൃപകൾക്കായി സ്തോത്രം. ജീവപര്യന്തം നമ്മെ വഴി നടത്തുന്ന ആ സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. ഓൺലൈനിൽ വീക്ഷിക്കുന്ന പ്രിയാചിബ്രതനോട് ഇപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് പറയുവാൻ നിന്നോട് പ്രേരിപ്പിക്കുന്നു. നിന്റെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളെ ഞാൻ മാറ്റുന്ന ദൈവമെന്ന് നീ ഈ നാളുകൾ അറിയും. പക്ഷെ ദൈവസ്ഥനിലൊന്ന് മുട്ടുമടക്കി നീ പ്രാർത്ഥിക്കാമെങ്കിൽ, നീ ദൈവത്തോടൊന്ന് നിലവിളിക്കാമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനർത്ഥത്തെ മാറ്റി, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ മാറ്റി നിന്നെ അനുഗ്രഹിപ്പാൻ, നിന്റെ കുടുംബത്തിലെ തലമുറകളെ അനുഗ്രഹിപ്പാൻ ഞാൻ വിശ്വസ്തനായ ദൈവമെന്ന് നീ അറിയുമെന്ന് ആത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. നമുക്ക് ദൈവത്തോടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്താൽ കഴിയാത്ത എന്നാ ഉള്ളത്, ദൈവത്താൽ കഴിയാത്ത എന്നാ ദൈവമക്കളെ ഉള്ളത്, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയ പരിശുദ്ധ പിതാവേ, നസ്രനായ യേശുവിന്റെ നാമത്തിൽ പകൽക്കാലം ഞങ്ങളെ പൂർണ്ണമായി തിരുക്കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം കൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങളെ മൂടുമാറാകണമേ. ഞങ്ങളെ വീക്ഷിക്കുന്ന സകല ദൈവമക്കളുടെ മേലും അവരായിരിക്കുന്ന സ്ഥലത്ത് ഒരു അത്യുത്തമായ സാന്നിധ്യത്താൽ അവരെ മൂടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകൃതി ഞങ്ങൾക്ക് പ്രതികൂലമായാലും, ദേശം ഞങ്ങൾക്ക് പ്രതികൂലമായാലും, അനുകൂലമായ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ള കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ നിസ്തുല നാമത്തിൽ തന്നെ പിതാവാം ദൈവമേ,
ആമേൻ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി നമുക്ക് ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ശക്തിയോടെ പ്രൈസ് ദി ലോർഡ്. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇടവരുത്തി. ഇന്ന് പകൽക്കാലവും ദൈവകൃപയാൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ ദൈവം ഇടവരുത്തിയെന്ന് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നെ ഓൺലൈനിൽ വീക്ഷിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും ഒരിക്കൽ കൂടി വീണ്ടും വരുന്നതിനായ യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ശരീരം കൊണ്ട് ദൂരസ്ഥരാണെങ്കിലും ആമേൻ, നമ്മൾ ആമേൻ ആത്മാവ് കൊണ്ട് സമീപസ്ഥരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൗലോസ് പറഞ്ഞ ഒരു വേടാണ്, നമ്മൾ ശരീരം കൊണ്ട് ദൂരസ്ഥരെങ്കിലും ആത്മാവ് കൊണ്ട് നമ്മൾ സമീപസ്ഥരാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത്, നമ്മൾ ആയിരിക്കുന്ന മേഖലയിൽ നമ്മെ വിടുവിപ്പാൻ, നമ്മെ ഉയർത്തുവാൻ ഈ ദൈവം എന്നും എന്നേക്കുള്ള ദൈവമാണ്. അവൻ ശക്തനായ ദൈവമാണ്. ആമേ. പ്രിയ സാം ജോസഫ് പാസ്റ്റർ എപ്പോഴും പറയും, ഈ ദൈവം എന്നും എന്നേക്കുമുള്ള ദൈവം, ഈ ദൈവം എന്നും എന്നേക്കുമുള്ള ദൈവം. അവൻ ത്തോളം നമ്മെ വഴി നടത്തുവാൻ വിശ്വസ്തൻ. ആ വാക്കുകൾ ഞാൻ കടമെടുത്ത് പറയുകയാ. ഈ ദൈവം എന്നും എന്നേക്കുമുള്ള ദൈവം. ആ അഭിഷിക്ത ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളെ, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നമ്മെ അന്ത്യത്തോളം വഴി നടത്തുവാൻ, നമ്മെ പരിപാലിപ്പാൻ, നമ്മെ കരുതുവാൻ, നമുക്ക് ആവശ്യമുള്ളതെല്ലാം അപ്പോ തരുവാൻ ഇതുപോലൊരു ദൈവം മറ്റൊരുവനില്ല. അതുകൊണ്ടാണ് അവനെ നസ്രനായ യേശു എന്ന് പറയുവാൻ കാരണം. അതുകൊണ്ടാണ് യേശുവിനെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുവാൻ കാരണം. അതുകൊണ്ട് അവൻ നമ്മുടെ രക്ഷകൻ എന്ന് പറയുവാൻ കാരണം നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ പരിപാലിക്കുന്ന, തെറ്റുകൾ വരുമ്പോൾ ശാസിച്ച് നമ്മെ തകർത്തു കളയാൻ ബാലശിക്ഷകൾ തന്ന് വീണ്ടും നമ്മെ ചേർത്തുകൊള്ളുന്ന ഈ ദൈവമാണ് ഏറ്റവും വലിയ ദൈവം. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? എനിക്ക് ഉറപ്പുണ്ട്. ആമേൻ. ഈ മെസ്സേജ് കേൾക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ചിങ് ദൈവം വരുത്തുവാൻ പോകുന്നു. ഈ ദിവസങ്ങൾ നമ്മൾ ഭവനത്തിന്റെ അകത്തളങ്ങളായിരിക്കുന്നവരാണ്. ദൈവം വലിയ ചേഞ്ച് ഈ ദിവസങ്ങൾ വരുത്തുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. പ്രിയരെ, ഞാൻ നിങ്ങളോട് ഒരു ദൂത് കൈമാറുകയാ. ഈ ലോക്ക്ഡൌൺ തീർന്നു പുറത്തിറങ്ങുമ്പോൾ ചില വിശ്വാസ കുടുംബങ്ങളിൽ ഭയങ്കര ഒരു ചേഞ്ച് നടക്കുകയാണ്. ചില അഭിഷിക്തന്മാരുടെ മേൽ ഒരു ഡൈനാമിക് പവർ വെളിപ്പെടുവാൻ പോവുകയാണ്. ഒരു സ്ഫോടകമായി നിങ്ങൾ ചിന്തിക്കും അവസാനിച്ചു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അവസാനിച്ചില്ല. ഇതൊരു ആരംഭം മാത്രമാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കണം, സിംഹങ്ങൾ പലപ്പോഴും പുറകിലേക്ക് വലിയുന്നത് അത് മുമ്പിൽ നിൽക്കുന്ന ഇരയെ കണ്ടിട്ട് പിടിക്കുവാൻ കഴിയത്തില്ലെന്നല്ല, അല്ലെങ്കിൽ അവനെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ചിട്ടല്ല അത് പുറകിലേക്ക് പോകുന്നത്. അത് പുറകിലേക്ക് പോകുന്നുവെങ്കിൽ അതിന് നമ്മൾ മനസ്സിലാക്കണം, അതിന് പുറകിലേക്ക് പോയതിനേക്കാൾ വേഗത്തിൽ മുൻപിലോട്ട് ഓടുവാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ ദിവസങ്ങൾ നമ്മെ മാറ്റിയിരുത്തിയിരിക്കുന്നത്. ദൈവം നമ്മളെ ഓരോ പ്രൊഫഷനായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സീക്രട്ട് സ്ഥലങ്ങളിൽ, രഹസ്യ അറകളിൽ നമ്മളെ ആക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി ഒന്ന് മാത്രമാണ്. കാരണം ചില നാമ്പുകൾ, ചില ചിറകുകൾ നമ്മൾക്ക് മുളയ്ക്കുവാൻ കാരണമായി തീരും. എത്ര പേര് ഇതിനെ ആമേൻ പറയും? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ, വലിയൊരു ചേഞ്ചിങ് ദൈവം വരുത്തുവാൻ പോകുന്നു. തലമുറയുടെ ജീവിതത്തിൽ ചേഞ്ച് നിങ്ങൾ കാണുവാൻ പോകുന്നു. പല ഭവനങ്ങളിലും അപ്പനമ്മമാർ ആരാധനയ്ക്ക് വരുമ്പോൾ തലമുറയെ കുറിച്ചുള്ള ഭാരങ്ങളുണ്ട്. എന്നാൽ ഇന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ തലമുറകളുടെ മേൽ വലിയൊരു അനോയിന്റിങ് വെളിപ്പെടുന്ന ദിവസങ്ങളാക്കി ദൈവം മാറ്റുവാൻ പോവുക. ഹല്ലേലൂയ. ഞാൻ വ്യക്തമായി വിളിച്ചു പറയുന്നു, ദൈവസ്ഥലിൽ കാത്തിരിക്കുന്ന, രഹസ്യ അറകളിൽ മറഞ്ഞിരിക്കുന്ന ഈ അഭിഷിക്തന്മാരെ, നാളിതുവരെ നമ്മൾ പ്ലാറ്റ്ഫോമിൽ കാണാത്ത അഭിഷിക്തന്മാരെ, നാളിതുവരെ ആത്മീയ തലത്തിൽ കാണാത്ത ചില വ്യക്തി ജീവിതങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന നാളുകളായിരിക്കും ഇനിയുള്ള നാളുകൾ. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, അങ്ങനെ ഒരു ലെവലിലേക്ക് സ്വർഗത്തിലെ ദൈവം മാറ്റുവാൻ പോവുകയാണ്. അങ്ങനെ ഒരു യേശുവിന്റെ നാമത്തിൽ ഓൺലൈൻ വീക്ഷിക്കുന്ന ഷീബ, നിങ്ങളുടെ കുടുംബത്തിൽ അസാധാരണമായ അസാധാരണ ഒരു മിറക്കിൾ ഈ ദിവസങ്ങൾ ദൈവം ചെയ്യുവാൻ പോകുന്നു. ആത്മാവിനോട് പറയുന്നു, ഈ വരുന്ന ആഴ്ചയിൽ അതിന്റെ ഒരു അടയാളം കാണുമെന്ന് വ്യക്തമായി ഇടപെടുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുന്നു. എത്ര പേരാമേ പറയും? കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം ഒരു ചെറിയൊരു ആലോചന പറഞ്ഞുകൊണ്ട് ഞാൻ വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 85-ാം അധ്യായം
സങ്കീർത്തനം 85 അതിന്റെ 8-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു. ഞാൻ അതിനെ വായിക്കുന്നു, ശ്രദ്ധയോടെ കേൾക്കുക. ആമേ. എല്ലാവരും ബൈബിൾ എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം, ഓൺലൈൻ വീക്ഷിക്കുമ്പോൾ ലാഘവത്തോടെ വന്നിരിക്കരുത്, ഒരു ആരാധനയ്ക്ക് പങ്കെടുക്കുന്നത് പോലെ. കാരണം സാഹചര്യം നമുക്ക് ഇങ്ങനെ ആയതുകൊണ്ട്, നമുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആരാധനയ്ക്ക് ഇരിക്കുന്ന പോലെ തന്നെ ആയിരിക്കുക. കാരണം നമ്മുടെ നടുവിൽ കർത്താവുണ്ട്. ആമേ. വലിയൊരു കൂട്ടം നമ്മുടെ നടുവിലില്ലെങ്കിലും കർത്താവുണ്ട്. ആര് വന്നില്ലെങ്കിലും കർത്താവ് നമ്മുടെ അടുക്കലുണ്ട്. ഞാൻ പ്രാരംഭ ദിവസത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ആമേ, പിശാച് ആലയങ്ങളെ അടച്ചുവെങ്കിൽ ദൈവം നമ്മുടെ ഭവനങ്ങളെ ആലയമാക്കി തീർത്തു. ഹല്ലേലൂയ. ആമേ. നമുക്ക് വേദഭാഗം എടുക്കാം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 85 അതിന്റെ 8-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു. യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. ആമേ. അവർ ദോഷത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോട് തന്റെ ഭക്തന്മാരോടും സമാധാനം അരുളും. ഞാൻ ഒന്നുകൂടി ആ വേദഭാഗത്തെ ആവർത്തിച്ചു ഒന്ന് വായിക്കുന്നു. യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവർ ദോഷത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനം അരുളും. ഇതിലെ ആദ്യത്തെ ഭാഗമായിരിക്കുന്ന യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. ഈ ഒരു വേദഭാഗത്ത് നിന്നും ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, ഈ വേദഭാഗം കോരഹ് പുത്രന്മാരാണ് എഴുതിയെന്ന് പ്രാരംഭത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനങ്ങൾ 150 അധ്യായങ്ങളുണ്ട്. ഓരോ അധ്യായങ്ങളും അതതിന്റെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്നാൽ ഈ കോരഹ് പുത്രന്മാർ എന്തുകൊണ്ടാ ഈ വേദഭാഗം എഴുതി എന്ന് നോക്കാമെങ്കിൽ അവർ ദൈവ ശബ്ദം കേൾക്കുവാൻ തയ്യാറുള്ളവരായിരുന്നു. ഇവിടെ വേദഭാഗം വായിക്കുമ്പോൾ യഹോവയായ ദൈവം അരുളി ചെയ്ത് ഞാൻ കേൾക്കും. ഞാൻ പ്രിയരെ നിങ്ങളോട് പറയട്ടെ, മനുഷ്യന്റെ വാക്കുകൾ കേട്ടാൽ ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോയേക്കാം. നമ്മുടെ മാതാവ് പിതാവ് പറഞ്ഞു വിടുന്ന വഴികൾ ചിലപ്പോൾ നമുക്ക് പരാജയമായിരിക്കാം. കൂട്ടുകാർ നമുക്ക് തരുന്ന ഡയറക്ഷൻ അത് തെറ്റായി പോയേക്കാം. GPS പോലും നമ്മെ വഴിതെറ്റിക്കാറില്ലേ? എന്നാൽ ദൈവം നമുക്ക് ഒരു വഴി കാണിച്ചു തന്ന അത് ഒരിക്കലും തെറ്റത്തില്ല. ഹല്ലേലൂയ. GPS നോക്കി നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി പല വ്യക്തികൾ യാത്ര ചെയ്യാറുണ്ട്. പലപ്പോഴും പോയി നിൽക്കുന്ന റോഡ് തീർന്നു പോയി, പിന്നെ പുതുവഴി നമ്മൾ കണ്ടുപിടിക്കണം, അത് വേറൊരു വഴി പറയും. പക്ഷെ ദൈവം അങ്ങനെ ഉടുക്കു വഴികൾ കാണിക്കുന്നവനല്ല. ദൈവം ഡയറക്റ്റ് ഒരു വഴി കാണിക്കുന്ന ദൈവം അത്രേ. ആ ദൈവത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ആലോചന കേൾക്കുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മെ അനുഗ്രഹിപ്പാൻ, നമ്മെ വഴി നടത്തുവാൻ ആ ദൈവം വിശ്വസ്തനാണ്. പ്രിയരെ ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നത് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. ആര് കേൾക്കും? ഞാൻ കേൾക്കും. ദൈവസന്നിധിയിൽ ദൈവ ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണോ അവൻ ദൈവ ശബ്ദം കേൾക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ വെയിറ്റ് ചെയ്യുവാൻ വേണ്ടി തയ്യാറാകുന്നവൻ, ദൈവ ശബ്ദം കേൾക്കുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവന്റെ മേൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അവനെ കൊണ്ട് ദൈവം വലിയവ ചെയ്യിപ്പിക്കുവാൻ കാരണമായി തീരും. അത് മറന്നു പോകരുതേ. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനം 40:31 പറയുന്നു, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, തളരാതെ ഓടുകയും ക്ഷീണിക്കാതെ നടക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ അതേപോലെ ഒരു ചെറിയൊരു കഥ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. കഥയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. നോക്കണമേ, കഴുകൻ ഏറ്റവും ഉയരങ്ങളിൽ നിന്നാണ് പറന്നു പോകുന്നത്. ഏറ്റവും ഉയരത്തിൽ അത് പറക്കുന്നത്, ഏറ്റവും ഉയരത്തിലാണ് അതിന്റെ കൂട് കൂട്ടുന്നത്. പക്ഷെ അത് ഭക്ഷണം കണ്ടെത്തുന്ന താഴ്വരയില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ കണ്ണിന്റെ കാഴ്ച എത്ര നോക്കി, അതിന്റെ ദീർഘവീക്ഷണം എത്ര നോക്കി, എത്ര ഉയരങ്ങളിൽ പറന്നാലും താഴ്വരയിലാണ് അത് ഭക്ഷണം കണ്ടെത്തുന്നത്. പക്ഷെ ഈ കഴുകിനൊരു പ്രത്യേകതയുണ്ട്. ആഹാരമൊക്കെ കഴിച്ച് നല്ല ബലപ്പെട്ട് നല്ല ശരീരത്തെ നല്ലവണ്ണം പുഷ്ടി വെക്കുമ്പോൾ അതിന് തന്നെ അറിയാം മറ്റു കഴുകന്മാരുടെ അത്രയും ഉയരത്തിൽ പറക്കുവാൻ കഴിയുന്നില്ല എന്ന്. ആ കഴുകന് വല്ലാണ്ട് വേദന തോന്നും. ഈ കഴുകൻ തന്റെ ഉള്ള ശക്തി എല്ലാം ഉപയോഗിച്ച് പറന്ന് ഏറ്റവും ഉയരമുള്ള ഒരു മലയുടെ മുകളിൽ ഏറ്റവും വലിയൊരു പാറയുണ്ടെങ്കിൽ ആ പാറയുടെ പുറത്തു പോയി ഈ കഴുകൻ കടക്കാറുണ്ട്. എന്തിനെന്നറിയാമോ? തന്റെ ഭാരത്തെ കുറയ്ക്കണം. കാരണം തനിക്ക് എവിടെയോ ഒരു പരാജയം സംഭവിച്ചു പോയി, എവിടെയോ ഒരു വീഴ്ച സംഭവിച്ചു പോയി. ഞാൻ പറയുന്നു, നമ്മുടെ പുതിയ നിയമസഭയ്ക്ക് പ്രാർത്ഥനാ ജീവിതം ഇല്ലായിരുന്നു, വചനധ്യാനം കുറവായിരുന്നു, ആരാധനയ്ക്ക് ഒത്തിരി ഉണ്ടെങ്കിലും ആത്മീയ ആരാധനകൾ കുറവായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങൾ രഹസ്യ അറകളിൽ ഭവനത്തിന്റെ അകത്തളങ്ങൾ പിടിച്ചിരുത്തി ദൈവം ചില വ്യക്തികളെ വചനധ്യാനത്തിലേക്ക് വേർതിരിക്കുക, ദൈവം ചില വ്യക്തികളെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വേർതിരിക്കുക. ആത്മാക്കൾ കുടുംബമായി ഇരുന്നു കൊണ്ട് ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം വഴിയൊരുക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, പുതിയ നിയമസഭയെ ദൈവം സ്നേഹിക്കുന്നു എന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും.
പറയുക, നോക്കണമേ, കഴുകൻ ആമയെ പാറയുടെ പുറത്ത് കിടക്കുന്നു. സൂര്യൻ വല്ലാണ്ട് ആമയെ ഉദിച്ചു നിൽക്കും. സൂര്യപ്രകാശം അധികമാകുമ്പോൾ ഈ കഴുകൻ രണ്ട് ചിറകിനെയും വിടർത്തി എന്ന് വെക്കും. എന്തിനെന്നറിയാമോ? സൂര്യന്റെ ആ ചൂട്, തന്റെ ആ കിരണങ്ങൾ തന്റെ ആമെ ചിറകിന്മേൽ അടിക്കണം. കാരണം ഭാരം ആണ് തനിക്ക് തടസ്സം. അത് ചിറകൾ വിടർത്തി നിൽക്കുമ്പോൾ സൂര്യന്റെ ചൂടും പാറയിൽ നിന്നുണ്ടാകുന്ന ചൂടും കൂടെ ആകുമ്പോൾ ഇതിന്റെ ശരീരത്തിനുണ്ടാകുന്ന കൊഴുപ്പ് ഒന്ന് ആമയെ അലിയാൻ തുടങ്ങും. അത് ചൂട് കൊണ്ട് ഉരുകാൻ തുടങ്ങും. പ്രിയരെ, ഇത് ഉരുകുന്ന അനുസരിച്ച് ഇതിന്റെ കൂടെയുള്ള തൂവലുകൾ അടർന്നു പോകും. തൂവലുകൾ അടർന്നു പോകും. പലപ്പോഴും തൂവലുകൾ അടർന്നു പോകുമ്പോൾ അത് നോക്കും, വേദന തോന്നും. എങ്കിലും എല്ലാ തൂവലുകളും അടർന്നു പോയി അവൻ അങ്ങനെ തന്നെ കിടക്കും. കാരണം അതിന് ഉറപ്പുണ്ട്, ഈ തൂവൽ അടർന്നു പോകുന്നത് ഞാൻ തകർന്നു പോകാനല്ല, എന്നെ കൊണ്ട് ഈ പാറയുടെ മുകളിൽ ഞാൻ വന്ന് കിടന്നത് നശിച്ചു പോകാനല്ല. കാരണം അറിയാമോ, എനിക്ക് ഇതിനകത്തൊരു ദൈവ പ്രവൃത്തി വെളിപ്പെടുമെന്ന് അതിന് ഉറപ്പായിരുന്നു. നാളുകൾ കഴിയുമ്പോൾ തൂവലുകൾ പുതിയത് കിളിർക്കുവാൻ തുടങ്ങും. പുതിയ തൂവലുകൾ കിളിർത്തു തുടങ്ങുമ്പോൾ ആ തൂവലുകൾ കിളിർക്കുന്നവരെയും വെയിറ്റ് ചെയ്യും. ഞാൻ എന്തിനാ ഈ വചനം ഇവിടെ പറഞ്ഞു? ഈ ദിവസങ്ങളിൽ ഭവനത്തിന്റെ അകത്തളങ്ങൾ ആയിരിക്കുമ്പോൾ നിങ്ങൾ മുരടിച്ചു പോകരുത്, നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്, ആകുല ചിന്തയിലായി പോകരുത്. കാരണം പുതിയ ചിറകുകളെ, പുതിയ തൂവലുകളെ വെച്ച് പിടിപ്പിച്ച് നിങ്ങളുടെ ചിറകുകൾക്ക് ബലം തരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. നമ്മെ പുറത്തെടുക്കുവാൻ, നമ്മെ അനുഗ്രഹിപ്പാൻ, നമ്മെ വിടുവിപ്പാൻ ആ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ചിറകുകൾ മുളച്ച് നല്ലവണ്ണം ഇതാകുമ്പോൾ അത് ഉയരങ്ങളിലേക്ക് പറക്കുവാൻ തുടങ്ങും. പ്രിയരെ, അതിന് ഉറപ്പുണ്ട്, മറ്റു കഴുകന്മാരെക്കാളും ഉയരത്തിലേക്ക് പറക്കുവാൻ. കാരണം ഞാൻ വെയിറ്റ് ചെയ്തു, കാത്തിരിപ്പാൻ തയ്യാറായി. അതുകൊണ്ടല്ലേ പ്രവചനത്തിൽ പറയുന്നത്, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയർ തളരാതെ ഓടുകയും ക്ഷീണിക്കാതെ നടക്കും. യൗവനക്കാർ ഇടറി വീഴുന്ന കാലഘട്ടത്തിൽ ഈ ലോകത്തിലെ ഐശ്വര്യ മണ്ഡലങ്ങൾ ജയമെടുക്കുവാൻ നിൽക്കുമ്പോൾ അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് പുറത്തു വരുവാൻ തക്കതായ അഭിഷിക്തന്മാരെ ഈ ദിവസങ്ങൾ ദൈവാത്മാവ് ബലപ്പെടുത്തുകയാൽ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേദപുസ്തകത്തിൽ നോക്കാമെങ്കിൽ ഒത്തിരി വ്യക്തികൾ ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്തവർ ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കണമേ, ദൈവസന്നിധി ആരെല്ലാം കാത്തിരിക്കുവാൻ തയ്യാറാകും, അവരോട് ദൈവാത്മാവ് ഇടപെടുവാൻ തുടങ്ങും. പ്രായം അവിടെ ഒരു പ്രശ്നമല്ല, പക്വത അവിടെ ഒരു പ്രശ്നം. നമ്മൾ പറയാറുണ്ട്, അയ്യോ പുതു ശിഷ്യനരുത്. വേദപുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, സത്യമാ, പുതു ശിഷ്യനരുത്. പക്ഷെ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ആത്മാവ് ഒരുവന്റെ മേൽ വസിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ഒരുവനെ വഴി നടത്തുന്നുവെങ്കിൽ നമ്മൾ അവനെ റെസ്പെക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്, അവനെ ബഹുമാനിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഞാൻ പറയുവാൻ കാരണം, നിങ്ങൾ നോക്കിയ വേദപുസ്തകത്തിൽ വായിക്കാമെങ്കിൽ ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. 3-ാം അധ്യായം 1-ാം വാക്യം ഞാൻ ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങൾ ചിന്തിച്ചു നോക്കിയേ, വചനങ്ങൾ ഏറെയില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഈ ശമൂവേലിന്റെ കാലഘട്ടം പോലെ അല്ല ദൈവമക്കള്. ഈ കാലഘട്ടം നമുക്ക് മീഡിയയുണ്ട്. ഞാനും ഇപ്പൊ മീഡിയയിലൂടെ നിങ്ങളെ സംസാരിക്കുന്നത്. ഈ ദിവസങ്ങൾ നമുക്ക് ഒത്തിരി ദൈവദാസന്മാരുടെ മെസ്സേജുകൾ കേൾക്കാം. വീട്ടിൽ നിന്ന് കൊണ്ട് ഒത്തിരി ദൈവദാസന്മാരുടെ മെസ്സേജുകൾ കേൾക്കാം. ദൈവത്തിന്റെ വചനം ഇഷ്ടംപോലെയുണ്ട്. പക്ഷേ ഈ ശമൂവേലിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നു. വചനം ദുർലഭമായിരുന്നു, വചനം വളരെ കുറവായിരുന്നു. ആ കാലഘട്ടത്തിൽ പുരോഹിതൻ എന്ന് പറഞ്ഞ ഏലി പുരോഹിതനാ. ഇവിടെ പറയുന്നു, ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ എന്ന് പറഞ്ഞാൽ ഏലി പുരോഹിതന്റെ മുമ്പാകെ. ഏലി പുരോഹിതന് വേല ചെയ്തെന്നല്ല പറഞ്ഞത്, ശുശ്രൂഷ ചെയ്തെന്നല്ല പറഞ്ഞത്, ദൈവത്തിന് ശുശ്രൂഷ ചെയ്തു പോകുന്നു. മനുഷ്യനല്ല വിളങ്ങേണ്ടതിന് വേല ചെയ്യേണ്ടത്, ദൈവത്തിന് വിളങ്ങേണ്ടതിന് വേല ചെയ്യണം. മനുഷ്യൻ നമുക്ക് മനുഷ്യൻ നമ്മളെ വേല തന്നില്ലെങ്കിലോ, അവൻ നമ്മളെ ബഹുമാനിച്ചില്ലെങ്കിലോ, അവൻ നമുക്ക് റെസ്പെക്ട് കുഴപ്പമില്ല. പ്രിയരെ, നമുക്ക് ദൈവം നമ്മളെ ഉയർത്തുവാൻ വിശ്വസ്തന, അവൻ നമുക്ക് പ്രതിഫലം തരുവാൻ വിശ്വസ്തന. അതുകൊണ്ടല്ലേ പാട്ട് പാടുന്നത്, പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുമേ, അധികമില്ല ഇനിയും നാളുകൾ നമ്മുടെ അധികം തീർത്തിടുവാൻ. ഒരു ദിവസം നാഥൻ ഇറങ്ങി വരും, നിശ്ചയം. ഇറങ്ങി വരുമ്പോൾ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തവർ, മനുഷ്യൻ ശുശ്രൂഷ ചെയ്തവരല്ല, ദൈവത്തിന്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്തവരെ, ഞാൻ അവയോട് വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ദൈവത്തിന്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്തവരെ സ്വർഗത്തിലെ ദൈവം മാനിക്കുന്ന ഒരു ദിവസമുണ്ട്.
പ്രൈസ് ദി ലോർഡ്. ആരും നിന്നെ കാണുന്നില്ലായിരിക്കാം, ആരും നിന്നെ കാണുന്നില്ലായിരിക്കാം. നീ ചിലപ്പോൾ ചർച്ചിൽ പായിടുന്ന വ്യക്തിയായിരിക്കാം, ചർച്ചിനകത്ത് ചേറുകൾ ഇടുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ചർച്ചിലുള്ള മറ്റോ ക്ലീൻ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. മുമ്പിലോട്ട് വന്ന് ഒരു പ്രസംഗം പ്രസംഗിക്കുകയോ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനോ അവസരം തന്നില്ലായിരിക്കാം. ഈ ശുശ്രൂഷകൾ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവരായിരിക്കാം, പക്ഷെ നിന്നെ ആരും അറിയുന്നില്ലായിരിക്കാം. പക്ഷെ ഞാൻ പറയാം, ലോകത്തിലെ മനുഷ്യൻ നിങ്ങളെ അറിയത്തില്ല, സഭയിലെ വ്യക്തികൾ നിങ്ങളെ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരത്തില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവം നിന്നെ അറിയുന്നു. ഏലി പുരോഹിതനെ എല്ലാവർക്കും അറിയാം, പക്ഷെ ശമൂവേലിനെ ആർക്കും അറിയത്തില്ല. ഇവിടെ പറയുന്നു ശമൂവേലിനെ അറിയുന്ന ഒരു ദൈവമുണ്ട് പ്രിയരെ. ആത്മാവിൽ ആ ദൂത് കൈമാറുക. ഇന്ന് പകൽക്കാലം ആരെങ്കിലും അയ്യോ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ ആരും കാണുന്നില്ല, വാൾ പോസ്റ്റ് ഒട്ടിക്കാൻ പോകുന്നു, ഫ്ലെക്സ് കെട്ടാൻ പോകുന്നു, ബാനർ കെട്ടാൻ പോകുന്നു, ഞാൻ എല്ലാ കാര്യാദികളും ചെയ്യുന്നു, പക്ഷെ എന്നെ ആരും അറിയുന്നില്ല, ഞാൻ ഉപയോഗപ്പെടുന്നില്ലല്ലോ. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ആരും കാണാതെ 21 ഉപവസിക്കുന്നു, 30 ഉപവസിക്കുന്നു, 40 ഉപവസിക്കുന്നു, 7 ഉപവസിക്കുന്നു, 14 ഉപവസിക്കുന്നു, ആരും കാണുന്നില്ല. ഒരു വർഷം വേണമെങ്കിൽ ഫുള്ളോ ഒരു വൈകുന്നേരം മാത്രമല്ല, ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ട് ഉപവസിക്കുന്നു, എനിക്ക് പ്രതിഫലമില്ല. പ്രിയരെ, തെറ്റിപ്പോകരുതേ, നിങ്ങൾ മടുത്തു പോകരുതേ, കണ്ടിന്യൂ ചെയ്യുക. കാരണം പ്രതിഫലം തരുന്ന ദൈവം ഇറങ്ങി വരും. ആ പ്രതിഫലം മറ്റുള്ളവർ കണ്ട് അത്ഭുതപ്പെടുന്ന നിലവാരത്തിൽ നിന്നെ മാനിപ്പാൻ ദൈവം വിശ്വസ്തനാ. Praise the Lord. Hallelujah. ഇന്ന് ഞാൻ വിളിച്ചു പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാൻ വിശ്വസ്തൻ. ഏലിയോടല്ല ദൈവം സംസാരിച്ചത്. വേദപുസ്തകങ്ങൾ താഴോട്ട് വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ വചനം ദുർലഭമായിരുന്നു, ദൈവത്തിന്റെ സംസാരം ഇടപെടൽ കുറവായിരുന്നു. പക്ഷേ പുരോഹിതനായിരിക്കുന്ന ഏലി തന്റെ സ്ഥലത്ത് പോയി കിടന്നു എന്ന വേദഭാഗം വായിക്കുന്നത്. ആ വേദഭാഗം ഒന്ന് വായിക്കാമോ ബ്രദർ? അതിന്റെ രണ്ടാമത്തെ വാക്യം. ആ കാലത്ത് വായിച്ചു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, നോക്കണമേ, ദർശനമേറെ ഇല്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്തിൽ കിടന്നുറങ്ങാൻ പോയി കഴിഞ്ഞു. കാണുവാൻ കഴിയാതെ വണ്ണം അവന്റെ കണ്ണു മങ്ങി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലി, നീ നിന്റെ സ്ഥലത്ത് പോയി കിടന്നുറങ്ങിയപ്പോൾ താഴോട്ടുള്ള വേദഭാഗങ്ങൾ ഞാൻ വേഗത്തിൽ പറയുക. ശമൂവേൽ പെട്ടകത്തിന്റെ കീഴിൽ കിടക്കുവാണ്ട് പെട്ടകത്തിന്റെ അടുത്ത് കാത്തിരുന്ന ശമൂവേൽ ഒന്ന് ജസ്റ്റ് പോയി അവിടെ തന്നെ മയങ്ങി. അവൻ ദൈവത്തിന്റെ സന്നിധിയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. നിങ്ങൾ നോക്കണമേ, പുരോഹിതനോട് ഇടപെട്ടു എന്നല്ല വേദഭാഗം കാണുന്നത്. വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശമൂവേലിനെ ദൈവം വന്ന് വിളിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ അയ്യോ ദൈവമേ, നീ പുരോഹിതനെ അല്ലേ വിളിക്കേണ്ടത്? അല്ലോ ദൈവമേ, നീ വിളിക്കേണ്ടത് ആരെയാ? പുരോഹിതനോടല്ലേ സംസാരിക്കേണ്ടത്? ഒന്നിനും നേരെ ഒരു ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്ത ശമൂവേലിനെ നീ എന്തിനു വിളിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പക്ഷേ ദൈവത്തിന് അബദ്ധം പറ്റുമോ? പറ്റത്തില്ല. ദൈവത്തിന് അബദ്ധം പറ്റിയതല്ല ദൈവമക്കളെ. കാരണം ശമൂവേലിനെ വിളിക്കുന്ന ഓരോ വിളിയുടെ മേലും ഒരു അഭിഷേകത്തെ കൈമാറുകയാ. അതുവരെ ഈ ലോകത്തെ അല്ലെങ്കിൽ അതുവരെ ജനതയെ ന്യായപാലകന്മാർ, പ്രവാചകന്മാരാണ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പുരോഹിതന്മാരാണ് ജനത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ മുതൽ കളം മാറുകയാണ്. ഒന്നാമത്തെ പ്രാവശ്യം ശമൂവേലിനെ വിളിക്കുക. ശമൂവേലേ, ഏലി എന്നല്ല വിളിച്ചത്, ശമൂവേലേ എന്ന് വിളിക്കുക. കാരണം ദൈവസന്നിധിയിൽ വേല ചെയ്യുന്ന ഒരുവൻ, ദൈവസന്നിധിയിൽ വേല ചെയ്തിട്ട് ദൈവസന്നിധിയിൽ കാത്തിരിപ്പാൻ തയ്യാറാകുന്ന ഒരുവൻ, അവന്റെ പ്രായം നോക്കാതെ, അവന്റെ പക്വത നോക്കാതെ, അവന്റെ കുടുംബം നോക്കാതെ, അവന്റെ കുലം നോക്കാതെ ഇടപെടുന്ന ഒരു ദൈവം നമുക്കുള്ള കാര്യം മറന്നു പോകരുത്. അവിടെ വന്ന് വിളിക്കുക, ശമൂവേലേ. ആ വിളിയോട് ഞാൻ പറയുന്നു, അവനെ ദൈവം അപ്പോയിന്റ് ചെയ്യുക. എന്തായിട്ടാ? ഒരു പുരോഹിതനായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുക. രണ്ടാമത് ദൈവം വീണ്ടും വന്ന് വിളിക്കുക. നിങ്ങൾ നോക്കണമേ, രണ്ടാമത്തെ വിളി എന്താ? വീണ്ടും വിളിക്കുക, ശമൂവേലേ. ഞാൻ പറയും, രണ്ടാമത്തെ വിളിയിൽ അവനെ വീണ്ടും അപ്പോയിന്റ്മെന്റ് ചെയ്യുക. എന്താ? ഒരു പ്രവാചകനായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ദൈവം വിശ്വസ്തനാ. ഓരോ വിളിയുടെ പിന്നിലും ഒരു രഹസ്യത്തെ സ്വർഗം മറച്ചു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വിളിയിൽ അവൻ പ്രവാചകനായി തീരുന്നു. അവിടെ കൊണ്ട് ദൈവം നിർത്തുന്നില്ല. അവൻ ഏലി പുരോഹിതൻ പറഞ്ഞു, അടിയനെ വിളിച്ചു പോ. ഇല്ല കുഞ്ഞെ, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. അപ്പോൾ നോക്കണമേ, ആ വിളിയിലും ഏലിക്ക് മനസ്സിലായില്ല. പുരോഹിതനായിരിക്കുന്ന ഏലിക്ക് ആത്മീയ കണ്ണുകൾ അടഞ്ഞോ ഇല്ലയോ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒന്നറിയാം, ദൈവം ഇടപെടുന്നത് ബാലനോട്. അവൻ പോയി രണ്ടാമത് കിടന്ന് ഉറങ്ങുക. മൂന്നാമത് ദൈവം വന്ന് വിളിക്കുക, ശമൂവേലേ. തിരിച്ച
തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ മൂന്നാമത്തെ വിളി ചെറിയ വിളിയല്ല. ഒന്നാമത്തെ വിളിയിൽ അവനെ പുരോഹിതനായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തു, ഞാൻ പറയും. രണ്ടാമത്തെ വിളിയിൽ അവനെ പ്രവാചകനായി അപ്പോയിന്റ്മെന്റ് ചെയ്തു. മൂന്നാമത്തെ വിളി സാധാരണപ്പെട്ട വിളിയല്ല. രാജാക്കന്മാരുടെ മേൽ ആമേ തൈലക്കൊമ്പെടുത്ത് ഒഴിച്ച് അഭിഷേകം ചെയ്യുവാൻ തക്കതായ അധികാരത്തെ കൈമാറുവാൻ അവൻ തയ്യാറായി നിൽക്കുന്ന ഒരു അഭിഷേകത്തെ സ്വർഗത്തിലെ ദൈവം കൈമാറുകയാണ്. എന്റെ പ്രിയരെ, ഒരു രാജ്യത്തെ ഭരിക്കുന്ന രാജാവിന് അഭിഷേകം ചെയ്യണമെങ്കിൽ ഇവൻ ആരായിരിക്കണം? ഈ ചെറിയ പ്രായത്തിന് അവന്റെ മേൽ വീഴപ്പെട്ട അഭിഷേകം എന്താ? മൂന്നാമത്തെ പ്രാവശ്യത്തെ വിളിയോടെ ലെവല് മാറി തുടങ്ങുക. ഏലി പറയുക, അയ്യോ കുഞ്ഞെ, ഞാൻ നിന്നെ വിളിച്ചില്ല, പക്ഷെ ഇനി വിളിച്ചാൽ നീ പോയി പറയണം, അടിയൻ കേൾക്കുന്നു, അടിയനോട് ഉത്തരമരുളണമേ. ഹല്ലേലൂയ. അടിയനോടൊന്ന് സംസാരിക്കണമേ. നോക്കണമേ, നാലാമത്തെ പ്രാവശ്യം തമ്പുരാൻ വന്ന് വിളിച്ചു. എന്താ? പിടിച്ച് പുറത്തിറക്കുന്ന ഒരു അധികാരം. ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഒരു ദൈവ ശബ്ദം കേൾക്കും. ആ ദൈവ ശബ്ദം കേൾക്കുന്നതനുസരിച്ചോ നിങ്ങളെ മറ്റൊരു ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തി വെളിപ്പെടുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. ഒറ്റ വിളി കൊണ്ട് തീരുന്നില്ല, രണ്ടാമത്തെ വിളി കൊണ്ട് തീരുന്നില്ല, മൂന്നാമത്തെ വിളി കൊണ്ട് തീരുന്നില്ല. അവൻ ഉറയ്ക്കുന്നവരെയും സ്വർഗത്തിലെ ദൈവം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ മനുഷ്യപുത്രന്മാരെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമാണ് പ്രിയരെ നമ്മുടെ ദൈവം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നമ്മെ വിളിക്കുന്ന ദൈവം എന്നും എന്നേക്കും നിലനിൽക്കുന്ന ദൈവം അത്രേ. അവൻ നമ്മെ ചില മേഖലയിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യുവാൻ പോവുക. നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വേദഭാഗം വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കി, വേറൊരു മനുഷ്യനെ വിളിച്ചു. എവിടെ വെച്ചാ? ഹോരോവിൽ വെച്ച് വിളിച്ചു. അയ്യോ, ഹോരോവിൽ എത്താൻ എത്ര വർഷം വേണ്ടി വന്നു? 80 വർഷം വേണ്ടി വന്നു. മോശേ, നിന്നെ വിളിച്ചത് മിസ്രൈമിന്റെ അകത്തു വെച്ചല്ല, നിന്നെ വിളിച്ച വിളി എവിടെ വെച്ചെന്നറിയാമോ? ഹോരോവിൽ വെച്ച്. ആമേൻ. അവൻ പറയും, അതെ, ഞാൻ ഇത്രോവിന്റെ എന്റെ അമ്മായിയപ്പന്റെ ആടുകളെ മേച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ പർവ്വതം വരെ എത്തേണ്ടി വന്നു. ചില വിളി കേൾക്കണമെങ്കിൽ ദൈവസന്നിധി എത്തേണ്ടത് ആവശ്യമാണ്. ദൈവസന്നിധി എത്തേണ്ടത് ആവശ്യമാണ്. ദൈവ മക്കളെ, ചില വിളി കേൾക്കണമെങ്കിൽ നമ്മൾ എത്തണം. നമ്മൾ ചിലതെല്ലാം മാറ്റിവെക്കണം. ഉറ്റവർ, ഉടയവർ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, തന്റെ സുഹൃത്തുക്കൾ, തന്റെ ഭാര്യ, തന്റെ മക്കൾ എല്ലാം മാറ്റി നിർത്തിയിട്ടോ ഇവൻ ആടുകളുമായിട്ട് ഒറ്റയ്ക്ക് കയറി പോവുക. കയറി ചെല്ലുന്ന സ്ഥലം അവന് ബോധമില്ലെങ്കിലും അവനെ കൊണ്ടുവരുന്ന ദൈവത്തിന് ബോധമുള്ളവന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നമ്മെ ഇരുത്തിയിരിക്കുന്ന ദൈവത്തിന് സകലതും അറിയാം. നമ്മെ ചിലതിൽ നിന്ന് ഒറ്റപ്പെടുത്തി ഇരുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാനാ. ഇന്നലെ വരെ ചെയ്യാത്തത്, ഇന്നലെ വരെ കാണാത്തത്, ഇന്നലെ വരെ നീ അനുഭവിക്കാത്ത ചിലത്, ഇന്നലെ വരെ നീ നേടാത്ത ചിലത്, ഇന്നലെ വരെ നീ നയിക്കാത്ത ചിലത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ദൈവം ചില മേഖലയിലേക്ക് നിന്നെ കൊണ്ടുപോകും. നിന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നതിന്റെ ഉദ്ദേശം ഒറ്റയ്ക്ക് നിന്നോട് ചിലത് കൈമാറണം. ഞാൻ അപ്പോഴും ചിന്തിച്ചു, ദൈവത്തിന്റെ പർവ്വതത്തിൽ ഒരു മുൾപ്പടർപ്പോ, ദൈവത്തിന്റെ പർവ്വതത്തിൽ ഒരു മുൾപ്പടർപ്പോ, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു മുൾപ്പടർപ്പോ. അതേ ദൈവമക്കളെ, ചില മേഖലയിൽ ദൈവത്തിന് ഇടപെടണമെങ്കിൽ ചില മുൾപ്പടർപ്പുകൾ പടർന്നു കയറണം. അതിൽ കത്തിയാലേ നിന്റെ കണ്ണുകൾ തുറക്കത്തുള്ളൂ. ഒരു മോശയുടെ മുമ്പ് കണ്ണു തുറക്കുവാൻ മുൾപ്പടർപ്പ് കത്തി നിന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, നീ ആയിരിക്കുന്ന മുറിയിൽ തീ കത്തിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. നീ ആയിരിക്കുന്ന പ്രാർത്ഥനാ മണ്ഡലത്തിൽ ദൈവത്തിന്റെ അഗ്നി ഇറക്കി വിടുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. എത്ര പേർ ആമേൻ പറയും? Praise the Lord. Oh Rabba Shaidarbana Dilaragatana Adagambhara Shaidarbane Dhalaragatuni. യേശുവിന്റെ നാമത്തിൽ അദൂത് കൈമാറി പ്രാർത്ഥിക്കുക. ഓരോ വരെ അവനെത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ, ഓരോ വരെ അവനെത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ ഈ ദിവസങ്ങളിൽ വെയിറ്റ് ചെയ്യുന്ന ഓരോ അഭിഷിക്തന്മാരെയും കുടുംബങ്ങളെയും ദൈവം ചില ഓരോവിലേക്ക് കൊണ്ടുപോയി ചിലത് കൈമാറുമെന്നുള്ളതിന് അശേഷം മാറ്റമില്ലാത്ത കാര്യമാണ്. Praise the Lord. ഞാൻ പറയുന്നു, ഇന്നലെ വരെ നിന്റെ സഭയിൽ 20 പേരായിരിക്കാം, ഇന്നലെ വരെ നിന്റെ സഭയിൽ 30 പേരായിരിക്കാം, ഇന്നലെ വരെ നിന്റെ സഭയിൽ 50 പേരായിരിക്കാം. എന്നാൽ ഞാൻ പറഞ്ഞു, ഹോരോവിൽ കാഴ്ച കണ്ട് മടങ്ങി വന്നവൻ, 2 പേരെ കണ്ട് പേടിച്ചു പോയവൻ, അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ കണ്ട് പേടിച്ചു പോയവൻ, നിങ്ങൾ നോക്കണം, വലിയൊരു കൂട്ടത്തെ നയിക്കാണ്ട അധികാരത്തോടെ പുറത്തു വന്നതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ സഭ വ്യത്യസ്തമാകാൻ പോവുക. നിന്റെ സഭയുടെ അളവുകൾ വ്യത്യസ്തമാകാൻ പോവുക. നിന്റെ അതിർവരമ്പുകൾ
ചില ദൈവം ബന്ധം വിശാലമാക്കാൻ പോവുക. നിന്റെ 20 പേരുള്ള സഭയെ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുക. 20 എന്നുള്ളതിന് ഒരു 0 കൂടെ ഇട്ട 200 ആക്കി മാറ്റുവാൻ കഴിയും. കാരണം വലിയൊരു കൂട്ടത്തെ നയിക്കുവാൻ മാറ്റിയിരുത്തി പ്രാർത്ഥിപ്പിക്കുന്ന സർവശക്തനായ ദൈവം. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവർ പ്രാർത്ഥിച്ചോ. നിന്റെ ലെവൽ സ്വർഗം മാറ്റുവാൻ പോവുക. നിങ്ങൾ നോക്കണമേ, കൂറിന്റെ ക്രമപ്രകാരം അനുസരിച്ച് നറുക്കു വീണ സെഖരിയാവേ, നീ ഇപ്പോൾ ആരാ? അവൻ പറയും, എനിക്കൊരു ഭാര്യയുണ്ട് എലിസബത്ത്, നല്ലവളാ, നല്ല സ്നേഹമുള്ളവളാ, എന്നെ കരുതുന്ന ഭാര്യയാ, എന്നോടൊപ്പം ഏത് ത്യാഗവും സഹിക്കുന്നുള്ള. കാരണം ഞങ്ങൾക്ക് മക്കളില്ല, ലോകം ഞങ്ങളെ പഴിക്കുക. പക്ഷെ ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി എപ്പോഴും കാതോർത്തിരിക്കുന്ന ഒരു എലിസബത്ത്, എപ്പോഴും കാതോർത്തിരിക്കുന്ന ഒരു സെഖരിയാവ്, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യഹോവയായ ദൈവം അരുളിച്ചത് ഞാൻ കേൾക്കും. ഇതാ നമ്മുടെ സബ്ജക്ട്. ദൈവശബ്ദം കേൾക്കുവാൻ കാതോർത്ത് നിൽക്കുന്നവർ. കഴിഞ്ഞ കാലങ്ങളിൽ പുരോഹിതന്മാർ പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ പോയിട്ടുണ്ട്. അവർ അതിവിശുദ്ധ സ്ഥലത്ത്, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, ഈ അതിവിശുദ്ധ സ്ഥലത്ത് പോയിട്ടുണ്ട്. പ്രാകാരത്തിൽ നിൽക്കുന്ന മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക, 1 മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ ആരാധന കഴിഞ്ഞ് വന്നില്ലെങ്കിൽ അവൻ മരിച്ചു എന്ന് തുല്യമാ. പക്ഷെ നോക്കണമേ, അതുവരെ കാണാത്ത ചില കാഴ്ച കാണുവാൻ വേണ്ടി ഒരു സെഖരിയാവിനെ സ്വർഗം ഇടവരുത്തിയതിന്റെ കാരണം ദൈവശബ്ദത്തിന് കാതോർക്കാൻ സെഖരിയാവ് തയ്യാറായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒന്ന് ഓർത്തോ, ഒരു ദൈവ ശബ്ദം നീ കേൾക്കും. സെഖരിയാവ് നോക്കണമേ, അവൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയപ്പോൾ കണ്ട കാഴ്ച, ദൂതൻ അവിടെ നിൽക്കുക. ഞാൻ ചിന്തിക്കുന്നു, ഇവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ദൂതൻ. ഹല്ലേലൂയ. ഈ സെഖരിയാവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ദൂതൻ. പ്രിയരെ, നമ്മളോടൊന്ന് ഇടപെടുവാൻ, നമ്മോടൊന്ന് സംസാരിപ്പാൻ, നമ്മോട് ചില ദൂതുകൾ കൈമാറുവാൻ ദൂതൻ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഗബ്രിയേൽ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ മീഖായേൽ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. നമ്മെ ഒന്ന് തലോടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവമക്കളെ, നാം തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, സെഖരിയാവിനോട് സംസാരിച്ചു ദൂതൻ സംസാരിക്കുവാൻ വെയിറ്റ് നിന്നതുപോലെ ഈ ദിവസങ്ങളിൽ മറവിടങ്ങൾ മറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരോട് ഞാൻ ഒരു ദൂത് കൈമാറുകയാ. ആത്മാവിൽ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ അല്ലാണ്ടൊരു ഇൻസ്പിറേഷൻ തന്നുകൊണ്ട് ഞാൻ പറയുക, ചില ദൂതുകൾ കൈമാറുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ. നമുക്ക് വെയിറ്റ് ചെയ്യാമോ? ഓരോരുവരെ മോശയ്ക്ക് എത്തുവാൻ കഴിഞ്ഞതുപോലെ, ശമൂവേലിന് വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞതുപോലെ, ഇന്ന് പകൽക്കാലം ചില വെയിറ്റിംഗ് നമുക്ക് നടക്കും. നിങ്ങൾ നോക്കിയേ, വെയിറ്റിംഗിന്റെ കാര്യത്തിൽ ദാനിയേലിനെക്കാളും എടുക്കാൻ മറ്റൊരുവനില്ല. പാൽസി പ്രഭുവിന്റെ രാജ്യത്തിൽ 21 ദിവസം ഇരുന്നു കൊണ്ട് നോക്കണമേ, ഈ ലോകത്തിന്റെ അധിപതി എന്ന് പറയുന്ന പിശാചിന്റെ ദേശത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവന് തടസ്സം ചെയ്യാൻ പറ്റും. പക്ഷേ പ്രാർത്ഥനയിൽ ജാഗരിക്കുന്ന ഭക്തനായിരിക്കുന്ന ദാനിയേൽ പറയും, ഞാൻ പരാജയപ്പെടത്തില്ല. 21 ദിവസം മറുപടി ഇല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യും. കാരണം എനിക്ക് ഉറപ്പാ, എനിക്ക് വേണ്ടി മറുപടി സ്വർഗത്തിലെ ദൈവം അയക്കും. നിങ്ങൾ നോക്കണം, വെയിറ്റ് ചെയ്ത ദാനിയേലിന് മറുപടി കിട്ടിയെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു ദൈവ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ അതിരുകൾ വിശാലമാക്കോ. നിങ്ങളുടെ പ്രതിയോഗിയായിരിക്കുന്ന പിശാചിനെ പരാജയപ്പെടുത്തുവാൻ കഴിയും. നിങ്ങൾ ശുശ്രൂഷ വരങ്ങൾക്കായി ഇരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ശുശ്രൂഷ വരങ്ങൾക്കായി നിലവിളിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നു, ദൈവ ശബ്ദം നീ കേൾക്കുകയാണെങ്കിൽ ശുശ്രൂഷ നിന്റെ മേൽ കൈമാറിയെന്ന അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നോക്കണമേ, വേറൊരു മനുഷ്യനെ കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. ശൗൽ എന്ന് പറഞ്ഞ മനുഷ്യൻ, അപ്പോസ്തലനായ പൗലോസ്, ദമസ്കോസിന്റെ വാതിൽക്കൽ വെച്ച് സ്വർഗത്തിലെ ദൈവം അവനെ പിടിച്ചതാ. അത് കഴിഞ്ഞ് അവൻ ഉറപ്പുണ്ട്, എന്നോടൊപ്പം ദൈവമുണ്ട്. പക്ഷേ 276 പേരുമായി കപ്പൽ കയറി പോകുന്ന വഴിക്ക് 14 ദിവസം സൂര്യനെ കാണാതെ, നക്ഷത്രങ്ങളെ കാണാതെ, നിങ്ങൾ ഒന്ന് വായിക്കണം. 27-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണുക, സൂര്യനെ കാണാതെ, നക്ഷത്രങ്ങളെ കാണാതെ, ഒന്നും ഭക്ഷിക്കാതെ 276 പേര് എത്ര ദിവസം? 14 ദിവസം അവർ ആ കപ്പലിനകത്ത് അല്ലെങ്കിൽ ആ ബോട്ടിനകത്ത് ഇരിക്കുക. എന്നാ ഇത് പകലാണോ രാത്രിയാണോന്ന് അറിയത്തില്ല, എന്തായി അടുത്ത് നടക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും ദൈവത്തിന്റെ ശബ്ദത്തിനായി കാതോർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തൻ
276 പേരുടെ നടുവിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുന്ന പൗലോസ് നീ ഉണ്ടെങ്കിൽ 276 ജീവൻ നഷ്ടമാകത്തില്ല. ദൂതൻ ഇറങ്ങുക 14ാമത്തെ ദിവസം ദൂതൻ ഇറങ്ങി പറയുന്ന മറുപടി ഇങ്ങനെയാ, കപ്പലിന് ഛേദമുണ്ടായേക്കാം, നിങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമായേക്കാം, പക്ഷെ നിങ്ങളിൽ ഒരുവന്റെ പോലും തലയിൽ നിന്നൊരു രോമം പോലും നഷ്ടമാകത്തില്ല. എന്നെ ആ വചനം ആഴമായി ചിന്തിപ്പിച്ചു. ദൈവമക്കളെ, നമ്മൾ കുളിച്ചിട്ട് കയറി വന്ന് തല ഒന്ന് തോർത്തുമ്പോൾ അതൊന്ന് തോർത്തുമ്പോൾ നമുക്കറിയാം നമ്മുടെ ആ ടവലിൽ ഒത്തിരി രോമങ്ങൾ ഇളകി വീഴുന്ന കാണാം. നിങ്ങൾ നോക്കണമേ, ഒരു കടൽ മൊത്തം ഇളകി നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ കൂടി അതിന്റെ ഇടയിൽ കൂടി നീന്തി കരകയറാൻ ശ്രമിക്കുന്ന 276 പേരുടെ തലയിൽ നിന്നൊരു രോമം പോലും പൊഴിയത്തില്ല എന്ന് ദൂതൻ ഇറങ്ങി വന്ന് പൗലോസിനോട് ദൂത് കൈമാറിയെങ്കിൽ ആ ദൈവം ഇന്നും എന്നേക്കും നമ്മെ വഴി നടത്തുവാൻ വിശ്വസ്തനല്ലേ ദൈവമക്കളെ? ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറുക, സ്വീകരിപ്പാൻ തയ്യാറുള്ളവർ സ്വീകരിച്ചോ. നിന്റെ തലയിൽ നിന്ന് രോമം പോലും പൊഴിയാതെ വണ്ണം നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂലത്തെ മാറ്റി അനുകൂലമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. 276 പേരുമായി യാത്ര ചെയ്തവൻ ഒരെണ്ണത്തിന് പോലും ജീവഹാനി വന്നില്ല. കാരണം അറിയാമോ? പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസ് ഉണ്ട്. നിങ്ങളുടെ ഭവനത്തിനകത്ത് പ്രാർത്ഥന വെക്കും നിങ്ങൾ മാത്രമായിരിക്കാം. പലപ്പോഴും പറയും, പ്രിയരെ, അയ്യോ ഞാൻ മാത്രമേ ഉള്ളൂ പാസ്റ്റർ എന്റെ വീട്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത്, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമാണ് സ്നാനപ്പെട്ടത്, ഞാൻ മാത്രമാണ് യേശുവിനെ അറിഞ്ഞത്. എങ്കിൽ ഞാനൊരു ദൂത് കൈമാറാം. അങ്ങനെ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ ഒരു വ്യക്തിയാണ് രക്ഷിക്കപ്പെട്ടുവെങ്കിൽ മതി. പ്രിയരെ, മതി. നിങ്ങളുടെ ഭവനത്തിലുള്ള ഒന്നിനെ പോലും തകർക്കാതെ അന്ത്യത്തോളം വഴി നടത്തുവാൻ ദൈവം വിശ്വസ്തൻ. ഒന്നിനെ പോലും നശിപ്പിക്കുവാൻ വരത്തില്ല, ഒന്നുപോലും മുടിഞ്ഞു പോകത്തില്ല. നീ ഒരു വ്യക്തി കാരണം നിന്റെ കുടുംബം പൂർണ്ണമായി വിടുവിക്കപ്പെടുവാൻ പോവുക. ഈ പൗലോസ് ഒരുവൻ കാരണം 276 പേര് വിടുവിക്കപ്പെടുവാൻ കാരണമായി തീർന്നെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ കുടുംബത്തെ വിടുവിപ്പാൻ, നിന്റെ കുടുംബത്തെ വിടിവിപ്പാൻ, നിന്റെ ദേശത്തെ വിടിവിപ്പാൻ, നിന്റെ രാജ്യത്തെ വിടിവിപ്പാൻ ഒരുവന്റെ പ്രാർത്ഥന മതി. യെഹെസ്കേൽ പറയുന്നു, ദേശത്തെ നശിപ്പിക്കാതെ വേണ്ട വിടുവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ഒരു പുരുഷനെ അന്വേഷിച്ചു ആരെയും കണ്ടെത്തിയില്ല. പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു വ്യക്തിയാണോ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദേശത്തെ നശിപ്പിക്കാൻ പിശാചിന് അവസരം കൊടുക്കത്തില്ല. ഈ ലോകത്തിന്റെ അധിപതിക്ക് അവസരം ദൈവം കൊടുക്കത്തില്ല. നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ദൈവശബ്ദം കേൾക്കുവാൻ തയ്യാറാണോ? എങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളോട് സംസാരിപ്പാൻ തയ്യാറാ. പൗലോസിനോട് ഇടപെട്ട ദൈവം, മോശയോട് ഇടപെട്ട ദൈവം, ശമൂവേലിനോട് ഇടപെട്ട ദൈവം ഇന്ന് പകൽക്കാലം നമ്മളോടൊപ്പം ഇടപെടുവാൻ തയ്യാറാ. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? നിങ്ങളുടെ പരിധികളെ സ്വർഗം പൊളിയട്ടെ. ഫിനാൻഷ്യലി മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ തകർന്നിരിക്കുന്നവരുടെ ജീവിതത്തിൽ പിശാച് വെച്ച പരിധികൾ പൊളിയട്ടെ. തലമുറയില്ലാതെ കരയുന്നവരുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ നടക്കട്ടെ. തലമുറകൾ ഉരുവാകട്ടെ. പലതിന്റെ പണികൾ പകുതിയിൽ നിൽക്കുമ്പോൾ അതിന്റെ പൂർത്തീകരണങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? പ്രിയരെ, ഇന്ന് പകൽക്കാലം കേട്ട വചനത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആ ദൈവത്തോടൊന്നും പറയാമോ? കർത്താവേ, ജീവിതത്തിന്റെ മേൽ വന്നുപോയ എല്ലാ തകർച്ചയിൽ നിന്നും എന്നെ വീണ്ടെടുപ്പാൻ വിശ്വസ്തൻ. കർത്താവേ, അന്ത്യത്തോളം ചെറുകടിയിൽ ഞങ്ങളെ പറയ്ക്കുന്ന വിശ്വസ്തൻ. ദൈവശബ്ദത്തിനായി കാതോർപ്പാൻ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് എത്ര പേര് പറയും? ദൈവശബ്ദത്തിനായി കാതോർക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവശബ്ദം കേൾക്കുന്ന വ്യക്തി പരാജയപ്പെടത്തില്ല. ദൈവത്തിന്റെ ശബ്ദം കേട്ട് പുറപ്പെടുന്നവർ പരാജയപ്പെടത്തില്ല. കാരണം വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. നിന്റെ എല്ലാ വഴികളിലും അവൻ നിന്നെ ചുമടുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമോ? നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? യെസ്, പ്രാർത്ഥിക്കാം. എല്ലാ കരങ്ങളെയും ഉയർത്തിപ്പിടിച്ച്
ആ ദൈവത്തോടൊന്ന് പറയാം, കർത്താവേ എന്നെ വഴി നടത്തുവാൻ, എന്നെ പരിപാലിപ്പാൻ വിശ്വസിക്കും. ക്രൂശിന്റെ മറവിൽ അങ്ങ് മറയ്ക്കണമേ ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല പിതാവേ. ഓൺലൈനിൽ ഞങ്ങൾ വീക്ഷിക്കുന്ന സകല ദൈവമക്കളെ അങ്ങയുടെ കരങ്ങൾ തരുന്നപ്പോൾ തന്റെ മക്കളോടുള്ള ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണം. അന്ത്യത്തോളം ചിറകടിയിൽ നീ മറയ്ക്കണം. ഒരു ദൈവ ശബ്ദം കേൾക്കുവാൻ ഇവരെ എല്ലാം ഒന്ന് സഹായിക്കണമേ എന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ എന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവ്വം, എല്ലാറ്റിലും നിൻ ജീവനൻ പേർക്കാ തന്നതിനാ നീ എന്റെ സർവ്വം, എല്ലാറ്റിലും തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു. ഇവിടെ കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല സമയത്തോർത്ത് സ്തോത്രം ചെയ്യുന്ന പിതാവ്, കർത്താവെ ഞങ്ങൾക്ക് തന്ന നല്ല ദൂതനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ദൈവമേ വഴി നടത്തുവാൻ ശക്തൻ, എവിടെ ഇരുന്നാലും ദൈവമേ അങ്ങ് കാണുന്നതിനായി സ്തോത്രം ചെയ്യുന്ന പിതാവെ, ദൈവമേ നല്ല ഒരു മെസ്സേജ് തന്നതിനായി സ്തോത്രം ചെയ്യുന്ന പിതാവെ, തുടർന്നുള്ള നിമിഷം അത്രയും ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനായി നന്ദി കർത്താവെ. ഈ ഒരു ആഴ്ചവട്ടക്കാലം പരിപാലിച്ചു കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിനകത്തു നിന്ന് നടക്കുവാൻ, ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ, നല്ലത് മാത്രം ചിന്തിക്കുവാൻ, ദൈവമേ ഞങ്ങൾ ഇറങ്ങുന്ന ഓരോ വഴികളിലും നടപ്പിലും എല്ലാത്തിനും കർത്താവിന്റെ വലിയ സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവെ, ഞങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. ഓൺലൈനിൽ നമ്മളെ വീക്ഷിച്ച എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അവസരങ്ങൾ ഒരുക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത സൺഡേ ഇതേ സമയം 10 മണി മുതൽ നമുക്ക് ഓൺലൈനിൽ വീണ്ടും കാണാം. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗാഡ് ബ്ലെസ് യു. Please, Lord. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ
അന്ത്യത്തോളം ശിരകളിൽ അവൻ കാത്തിടും തരയിൽ ആപത്തിലും രോഗത്തിലും ആപത്തിലും രോഗത്തിലും അവനാണെനിക്കഭയം സാധു എന്നെ കൈവിടാതെ നാദരൻ നടത്തിയിടുന്നു സാധു എന്നെ കൈവിടാതെ നാദരൻ നടത്തിയിടുന്നു. കണ്ണുനീരിൻ താഴ്വരയിൽ കരയും വേളകളിൽ കണ്ണുനീരിൻ താഴ്വരയിൽ കരയും വേളകളിൽ കൈവിടില്ലൻ കർത്തനന്റെ കൈവിടില്ല കർത്തനന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും സാധു എന്നെ കൈവിടാതെ നാദനെന്നും നടത്തിയിടുന്നു സാധു എന്നെ കൈവിടാതെ നാദനെന്നും നടത്തിയിടുന്നു.